ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിങ് എങ്ങനെയൊക്കെ പോകുന്നു, കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതെനിക്കൊരു മോട്ടിവേഷൻ ആവുമല്ലോ ബാക്കി മന്തിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം നമുക്കൊരു മന്തിൻ്റെ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയി എന്നൊന്ന് നോക്കാം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മന്താണ് ഇതുവരെ. മെയിൻലി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എനിക്ക് സക്സസ് കുറഞ്ഞൊരു മേഖലയായിരുന്നു ഫിറ്റ്നസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മന്ത് എനിക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിൽ കറക്റ്റായിട്ട് മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയത് കൊണ്ട് ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു മന്താണ്. ബാക്കി ഏരിയാസ് നോക്കുവാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റീവായി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു ഏരിയയിൽ നല്ല പോലെ മുന്നോട്ട് പോകാൻ, നല്ല പോലെയല്ല, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. എന്നാലും ഒരു സ്ലോ പ്രോഗ്രസ് ഉണ്ടായതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ആക്ച്വലി ഞാനൊന്നും എഴുതിയിട്ടില്ല. പിന്നെ നോട്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഒരുപാട് പെൻഡിങ് പേയ്മെൻറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, ബിൽസൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം തന്നെ എഴുതിയിട്ട് ഒരുവിധം അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റിവ്യൂവിൽ ഞാൻ ചെറിയൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മന്തിൽ ജസ്റ്റ് എന്തൊക്കെയായിരുന്നു മിസ്സിങ്, അല്ലെങ്കിൽ കഴിഞ്ഞ മന്തിൽ സക്സസ്ഫുൾ എന്തായിരുന്നു എന്നുള്ളത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഗോൾസാണ്. ഗോൾസിലും ഞാൻ ഈ മന്ത് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൽ കൂടുതലും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിരുന്നു. അത് നല്ലപോലെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇനി വരുന്നത് ഹാബിറ്റ് ട്രാക്കറാണ്. ആദ്യത്തെ ഹാബിറ്റ് റീഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിക്ഷൻ ഒഴിവാക്കി നോൺ ഫിക്ഷനിൽ ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറയുന്ന ബുക്ക് റീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം റെഗുലറായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് മിസ് ഔട്ട് ആവുന്നുണ്ടെങ്കിലും കുറച്ച് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ് കൊണ്ടുപോകുന്നുണ്ട്. അടുത്തത് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എല്ലാ ദിവസവും ചെയ്യാറില്ല. മിക്കവാറും എനിക്ക് രാവിലെ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ രാവിലെ തിരക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തിരക്ക് കുറഞ്ഞ ദിവസം നമ്മൾ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ജേർണലിംഗ് ചെയ്യുന്നത്. എന്നാലും കഴിഞ്ഞ മാസം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ട്. ഒട്ടും ചെയ്യാത്തൊരു കാര്യമാണ് ഈവനിങ് വർക്കൗട്ട്. ഒരു ദിവസം എന്തോ ചെയ്തു എന്ന് തോന്നുന്നു, പിന്നെ ഒട്ടും ചെയ്തിട്ടില്ല. മെയിൻലി നമുക്ക് വൈകുന്നേരം പ്ലാൻ ചെയ്ത പോലെ അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല. കുറേ കാര്യങ്ങളായിട്ട് കുറച്ച് ഹോസ്പിറ്റൽ എമർജൻസി ഒക്കെ ആയിട്ട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഹാബിറ്റ് കാര്യമായി ചെയ്തില്ല എന്ന് പറയാം. പക്ഷെ മോർണിംഗിലെ വാക്കിംഗ് ഒരുവിധം കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇടയിൽ 1-2 ദിവസം മിസ്സായി, പക്ഷെ ബാക്കി എല്ലാ ദിവസവും തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഞാനത് പുഷ് ചെയ്ത് 45 മിനിറ്റ്സിലോട്ട് ആക്കുകയും ചെയ്തിട്ടുണ്ട്. സോ അത് ആ ഒരു സെക്ഷൻ ഹാപ്പിയാണ്. ഇനി വരുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഏരിയയാണത്. അതായത് ഇത് ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ മിക്കവാറും എനിക്ക് തലവേദന, അസിഡിറ്റി അങ്ങനെ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞാനത് ഉപേക്ഷിക്കും. പക്ഷേ എനിക്കത് ചെയ്തെടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മാസം വളരെ സ്ലോ ആയിട്ട്, അതായത് 8-ന് ഫുഡ് സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ 8-ന് കഴിക്കുന്ന ഒരു രീതിയിലോട്ട് വന്നു. പയ്യെ ഞാനത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് 8:45 ആയി. പിന്നെ 8 പയ്യെ ഈവനിങ് 7:30, 7 അങ്ങനെ ഇപ്പം ഇന്നലെ രാത്രി 6:30 ഡിന്നർ അവസാനിപ്പിച്ചിട്ട് മോർണിംഗ് 8:45 ഞാൻ ഫുഡ് കഴിക്കുന്നത്. അതുപോലെ വൈകുന്നേരം കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള ഫുഡില്ലേ, നമ്മുടെ അപ്പം, ദോശ, ചപ്പാത്തി, ചോറ് അങ്ങനെയുള്ള ഫുഡ് വൈകുന്നേരത്തെ ഡിന്നറിൽ നിന്ന് ഒഴിവാക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സക്സസ്, ഇത്രയും നാളത്തെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു അച്ചീവ്മെൻ്റാണ് കേട്ടോ. കാരണം എൻ്റെ ബോഡി ഒട്ടും വഴങ്ങുന്നില്ലായിരുന്നു. എനിക്ക് നല്ല മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസൊക്കെ വരുമായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ബോഡി ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്തത് പ്ലാൻ ചെയ്തത് മന്ത്ലി ക്ലീനിങ് ആണ്. ഇത് ഒരു കൈൻഡ് ഓഫ് 50-50 എന്ന് പറയാം. ഒത്തിരി നന്നായിട്ട് ചെയ്തിട്ടുമില്ല, എന്നാൽ ചെയ്തില്ല എന്ന് പറയാനും പറ്റില്ല. കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം എന്തായാലും എൻ്റെ ഡെയിലി പ്ലാനിൽ ഈ മന്ത്ലി ക്ലീനിങ്ങിൽ വരുന്ന ടാസ്ക് ഞാൻ ചെയ്തു വയ്ക്കും. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും, അതല്ലെങ്കിൽ വിടും. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ വിചാരിക്കുന്നത് നെക്സ്റ്റ് മന്തിലോട്ട് അത് പുഷ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ്. ക്ലീനിങ്ങിൻ്റെ കേസിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ കൂടുതലും ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. പക്ഷേ ഞാൻ ഹാപ്പിയാണ് കേട്ടോ.
ഈ മാസത്തെ ഒരു കുഞ്ഞു പ്ലാനിങ് ആയിരുന്നു, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ ഇതുവരെ മാസം പകുതിയായപ്പോൾ പറ്റിയിട്ടുണ്ട്. ബാക്കി നല്ല പോലെ ചെയ്ത് കുറേയും കൂടി നന്നായിട്ട് ഈ മന്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ ഒരു പ്ലാനിങ് അപ്ഡേറ്റ് പറയാം. അതുപോലെ നിങ്ങളുടെ പ്ലാനിങ് ഒന്ന് ഉഷാറാക്കാൻ അത്യാവശ്യം നല്ലൊരു മോട്ടിവേഷനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനിയും കുറേ നല്ല വീഡിയോസായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.